10ാം ബാച്ചിൻ്റെ ക്രോസിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. 18 പേരാണ് നിന്നത്. അതിൽ ഏറ്റവും സന്തോഷകരം 2 ഇരട്ടകളുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് അവർ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ പരിശീലനം പൂർത്തിയാക്കി ആലുവ പെരിയാർ 780 മീറ്റർ നിന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ബദ്രീനാഥ്. ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹലോ, എൻ്റെ പേര് സതീഷ്. ഞാൻ ആലങ്ങാട് കോട്ടപ്പുറം സ്വദേശിയാണ്. എൻ്റെ രണ്ടാമത്തെ മകൾ കഴിഞ്ഞ വർഷം ഇന്ത്യ കടന്നായിരുന്നു. ഈ വർഷം ഞാനും ഇളയ മകനും ഇന്ത്യ കടന്നു. എൻ്റെ മൂത്ത മകളോട് പഠിക്കുന്നുണ്ട്. എന്റെ പേര് ഷിന്ദു. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പുളിഞ്ചോറിൽ നിന്ന് വരുന്നു. ഇവരുടെ അമ്മയാണ് ഈ ഹെൽപ്പ് ഡെസ്കിന്റെ തലപ്പത്തുള്ളത്. എന്റെ പണി പകുതി കുറയ്ക്കുന്നത്. ഇതെല്ലാം പൂരിപ്പിച്ച് എല്ലാം റെഡിയാക്കി ഫോണിൽ അയച്ചു തരും. അതിന് ലിയാസാണ് ഫോണിൽ കയറ്റുന്നത്. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് ഉച്ച വരെ 2 മണി വരെയൊക്കെ ഫോണിൽ നമ്പർ കയറ്റുന്ന പരിപാടി കയറുമ്പോൾ ഈ വർഷം ഇവര് വന്നാറിനാണ് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഹായ്, ഞാൻ അരുണ. ഞാൻ ശിവഗിരി വിദ്യാനികേതനിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അരുണിമ. ഞാൻ ശിവഗിരി വിദ്യാനികേതനിൽ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്റെ പേര് ജ്യോതിഷ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് മാഷ് വന്നിട്ടുണ്ട്. ഇങ്ങനെ മാഷന്മാരെ എല്ലാവരും കുട്ടികളെ നേതൃത്വം എടുപ്പിക്കാൻ ഇങ്ങനെ കുറെ കൂടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. എന്റെ പേര് ആര്യൻ. ഞാൻ 8ാം ക്ലാസ്സിലോട്ടാണ്. ഞാൻ വരുന്നത് തോന്നിക്കറിയാണ്. എന്റെ പേര് അനുപമ രാജേഷ്. ഞാൻ 10th-ലോട്ടാണ് ഹനുമേന്നാണ് അറിയാറ്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. എല്ലാവരും സാറും സീനിയേഴ്സും എല്ലാവരും താങ്ക് യു സോ മച്ച്. എന്റെ പേര് നിവേദിത. ഞാനും പോണേക്കരയാണ്. ഞാൻ കാക്കനാട് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സന്തോഷം. സജി സാറിനും പിന്നെ ഒപ്പമുള്ള എല്ലാവർക്കും, പിന്നെ ഞങ്ങളുടെ ഒപ്പം എല്ലാവർക്കും, പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷം. അനോക്കമ്മൽ. ഞാൻ നൈപുണ്യ പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിഷ്ണുപ്രസാദ്. ഞാൻ ആലുവ കീഴ്മാടത്ത് തന്നെയാണ്. ഇന്ത്യയിൽ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്ന് പഠിച്ച് എല്ലാ ടീമേഴ്സിനും അഭിപ്രായം. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. DIG ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് DIGയുടെ QRT ടീമുണ്ട്. അതിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് തൃപ്പൂണിത്തുറ പുതിയകാവാണ്. പിന്നെ ഇതില് പഠിക്കാന്നുള്ളതിനൊക്കെ ഉപയോഗം ക്രോസ് ചെയ്യാൻ ഇവിടെ വന്ന ഫസ്റ്റ് മീറ്റിംഗില് നമ്മളിവിടെ നിൽക്കുമ്പോ സീനിയേഴ്സൊക്കെ പറഞ്ഞു നമ്മൾ നീന്തൽ പഠിക്കല് മാത്രമല്ല ക്രോസ് ചെയ്യാന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് വേണം പഠിക്കാൻ ഇറങ്ങാന്ന് പറയുന്നത്. അന്ന് തന്നെ നമുക്ക് ആഗ്രഹമായിട്ടുള്ളത് കിടക്കാണ്. അപ്പൊ അതിങ്ങനെ സാധ്യമാക്കി തന്ന സജി സാറിനും ബാക്കി സീനിയേഴ്സിനും എന്റെ കൂടെ നീന്തിക്കിടന്ന കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും നന്ദി. എന്റെ കൂടെ എന്റെ ഭാര്യ മകനൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പൊ ഡിഗ്രി ലെവലൊക്കെയാണ് ഇവിടുത്തെ. ബാക്കി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 12-13 പേര് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഡിഗ്രി ലെവലൊക്കെ എത്തിയിരിക്കുകയാണ്. ഉടനെ അവരുടെ ക്രോസിംഗും ഉണ്ടാവുന്ന രൂപ. അതായത് നിങ്ങൾ 100 രൂപ കൊടുക്കുന്നതെന്ന് മിച്ചം പിടിച്ച് അങ്ങനെ ഒരു രൂപ പോലും ചെലവാക്കാതെ അങ്ങനെ ഓരോ സാധനങ്ങൾ. പിന്നെ കുറച്ച് പേരൊക്കെ സ്പോൺസർ തന്നിട്ടുണ്ട്. ഈ പൈപ്പുകൾ ഇപ്പൊ നമുക്ക് 90-95 പൈപ്പുകൾ മാത്രമുണ്ട്. പ്ലാറ്റ്ഫോമുകൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്ന വെള്ളത്തിൽ ഒരുപാട് പ്ലാറ്റ്ഫോം ഇട്ടേക്കാണ് നമുക്ക് പഠിക്കലിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഷെഡ്, ആ ഗ്രില്ല് എല്ലാം 2018 തുടങ്ങി കുറേശ്ശെ ആളുകൾ വന്ന് സുരക്ഷാ ഫണ്ടിൽ നിന്ന് സ്വരൂപിച്ച് എല്ലാം ആ ബോട്ടൊക്കെ നമുക്ക് 2019 മുതിർന്നവർ പഠിക്കാൻ വന്ന് അവര് കുറച്ച് പൈസ സ്പോൺസർ ചെയ്ത് ഒരു പഴയ വള്ളം വാങ്ങിച്ചു. പിന്നെ ആ വള്ളം വിറ്റു, അതിന്റെ കുറച്ച് രൂപ, പിന്നെ ഇതുപോലെ കിട്ടിയ രൂപ, അങ്ങനെയൊക്കെ തയ്യാറാക്കിയാണ് ഇന്നത്തെ രീതിയിൽ എല്ലാം റെഡിയാക്കിയത്. പിന്നെ നമുക്ക് ഒരു കുറവുണ്ടായിരുന്നു ഈ വർഷം ആദ്യം പറഞ്ഞാൽ ഇവിടെ 10 600 അല്ലെങ്കിൽ 500 ലേഡീസ് 3-4 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നതാണ്. ഒരു മൂത്രം ഒഴിക്കാൻ പോലും സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇതുപോലെ മീറ്റിംഗിൽ പറഞ്ഞു. അപ്പൊ പേര് പറയൂല, ഒരിക്കലും പേര് പറയൂല എന്ന് പറഞ്ഞ 3 മഞ്ഞുമലിന്ന് വന്ന സുഹൃത്തുക്കൾ വന്ന് ഞങ്ങളത് നടത്തി തരാം.
അതൊക്കെ ആ സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാട്ടോ, സിനിമയ്ക്ക് ഇന്നാളാണ് ഇറങ്ങിയത്. അപ്പൊ അവര് 20,000 രൂപ നമുക്ക് സ്പോൺസർ ചെയ്തു ആ ടോയ്ലറ്റ് പണിയാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ കുറച്ച് വന്നു, അത് ഇവിടെ ഉള്ളവർക്ക് കൂടെ നേരത്തെ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഇതൊന്നും എന്റെ അല്ല, ഇവിടെയുള്ള സാധനങ്ങൾ ഒന്നും എന്റെ അല്ല, എല്ലാം ഞാൻ നിൽക്കുന്നതടക്കം ഈ മയക്ക് നമുക്ക് ഞാൻ സംസാരിക്കുന്ന ശബ്ദം പോലെ എന്റെ അല്ല, ഇതിന് വേറെ അവകാശമുണ്ട്. അയ്യോക്കെ ഈ ബഷീർക്ക മയക്ക് വന്നിട്ടാണ് ഇത്ര നേരം 1200 പേരെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്, ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ സരി ഏറ്റവും പ്രധാനമാണ് ഇപ്പൊ സരി, അതൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല എന്നല്ല പറയണം. നമ്മൾ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു മിനിഞ്ഞാന്ന് കുട്ടികൾക്ക് ട്രാക്ക് കുറവാണ്, 5 പൈപ്പ് എടുത്തുകൊണ്ട് വെൽഡ് ചെയ്ത് റെഡിയാക്കണമെന്ന്. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് അവിടെ വെൽഡിങ് തുടങ്ങി പുള്ളി. കാരണം അങ്ങനെ വെൽഡിങ് വർക്ക്ഷോപ്പില്ല, 6 വർക്ക്ഷോപ്പാണ്, 6 റിപ്പയറിംഗ് വർക്ക്ഷോപ്പാണ്. പക്ഷെ എന്നാലും വെൽഡിങ് തുടങ്ങി. രാത്രി പുള്ളിയുടെ ജീപ്പിന്റെ അടിയിൽ പൈപ്പ് കെട്ടിയിട്ട് ഫോട്ടോ ഇട്ടേക്കണം വെളുപ്പിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ വലിയ പൈപ്പ് ജീപ്പിന്റെ അടിയിൽ ശരിയെന്ന് പറയുന്നൊക്കെ ശരിയെന്ന് പറയും. എവിടെയാ പൈപ്പ് ഇപ്പോഴും നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പൈപ്പ്. അപ്പൊ ഒത്തിരി ആളുകൾ അങ്ങനെ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അപ്പൊ ബോട്ട് വാങ്ങിച്ചു ഓരോ സാധനങ്ങൾ ജങ്കാറ് നമ്മളുണ്ടാക്കിയതാണ്. ഇവിടുന്ന് കുറച്ച് പൈപ്പുകളൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ രൂപം കൊടുത്താണ് ജങ്കാറ്. അതിന്റെ മറ്റേ മോട്ടർ നമുക്ക് ഫ്രീ കിട്ടിയതാണ്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ മാസത്തെ ഫണ്ടൊക്കെ മിച്ചം പിടിച്ച് നമുക്കൊരു ഫോൺ വളരെ അത്യാവശ്യമായിരുന്നു, നല്ല ടൈപ്പ് ഫോൺ. ഇവിടെ ഈ ഫോൺ വഴിയാണ് ഇവിടെ 80% ആളുകളെ നമ്മള് വീഡിയോ ഒക്കെ പിടിച്ച് ഓരോ സ്ഥലത്തേക്ക് അയച്ച് എന്നെ വിളിച്ച് അങ്ങനെ കൊണ്ടുവന്നത്. 2018 തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ലൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചില്ല. ആരോടെ 2018 തുടങ്ങി കുറെ ആളുകൾ ഉണ്ടായിപ്പോ പണിയുമ്പോ ചെയ്യുമ്പോൾ നീതി കിടന്നിട്ട് മുടി തരിച്ച് പോകും. സാധാരണ ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. ഇതിന്റെ അപൂർവം കുറെ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കും. അപ്പൊ പുള്ളിക്കാരൻ ഫോൺ കൊള്ളുന്നു. ആദ്യം ഒന്ന് വീഡിയോ എടുത്ത് വയ്യില്ലായിരുന്നു. അപ്പൊ 2018 തുടങ്ങി സ്വന്തം ഫോൺ, സ്വന്തം ചാർജ്, സ്വന്തം 4 മണി വരെ വർക്ക്. ഇതിന്റെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ആദ്യമൊക്കെ 2 മണിക്ക് പോസ്റ്റ് ചെയ്യായിരുന്നു. 2022, 2023 2 മണി എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പൊ ഇത്ര മാറിയിട്ട് 4 മണിക്ക് ആവുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഹെൽപ്പ് ചെയ്തു സ്വന്തം ഫോൺ. അപ്പൊ ചാർജ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും സ്വീകരിച്ചില്ല. നെറ്റ് ചാർജ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും സ്വീകരിച്ചില്ല. അപ്പൊ നമുക്ക് ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ഫോൺ വാങ്ങിക്കാൻ ഇടവന്നു കഴിഞ്ഞ ദിവസം. എല്ലാം വാങ്ങിക്കാനുള്ളത് വൈസാണ്. വൈസ് നമുക്ക് വളരെ വേണ്ടപ്പെട്ടാണ്. നിങ്ങൾക്ക് മെഗാ ക്രോസിംഗിൽ മറ്റേ കുഴപ്പമില്ലാതെ പോകുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും വൈസിന്റെ കാര്യങ്ങൾ. ശ്രീജു എല്ലാവരും ഉണ്ട്, ശ്രീജു എന്ന് കൈവയ്ക്ക് എല്ലാവരും ഉണ്ട് ഇവിടെ. ഓരോരുത്തരും അറിയാം ഏരിയ എല്ലാവരും കൈവക്കണം, എല്ലാവരും കൈവക്കണം. അപ്പൊ എല്ലാവരും കൂടിയാണ് ഇതിനെ ഒന്ന് പറഞ്ഞു 53 ചില്ലറയും കൊടുത്ത് നമ്മളൊരു ഫോൺ വാങ്ങിച്ചു, ഐഫോൺ വാങ്ങിച്ചു. അപ്പൊ ഇത് വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നോടുകൂടി. വെള്ളത്തിൽ മുക്കാം, വെള്ളത്തിൽ മുക്കാനും കുഴപ്പമില്ല. അപ്പൊ ഇത് നമുക്ക് ഇത് തുറക്കാം, എല്ലാവർക്കും തുറക്കാം. ഇന്ന് ഒരു ദിവസം ഇത്ര വൈകി ഇപ്പൊ തന്നെ തുറക്കാം. നമുക്ക് അരുണേ ഇത് അടുത്ത നീന്തലിന് ഒരുപാട് ആളുകളുടെ ഈ ഫോൺ വഴിയാണെങ്കിൽ നമ്മൾ നല്ല ദൃശ്യങ്ങൾ കാണാൻ പോകുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഇത് പകർന്നിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പകർന്നു വന്നിട്ട് ഇന്ന് രാവിലെ എനിക്ക് കോല ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങണമെന്ന് ഇവരൊക്കെ ചേർന്നിട്ടാണ്. അപ്പൊ നല്ല കഴിയുന്നുണ്ട്.